ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. 18 വയസ്സ് പൂർത്തിയായ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഐഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഉള്ള തൊട്ട് മുന്നേ ഉള്ള ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ആദ്യം നിങ്ങളൊരു യൂസർ ഐഡി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാനായിട്ട് ആവശ്യമുള്ള രേഖകൾ എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കുള്ള പാസ്പോർട്ട് എടുക്കുന്ന വിധമാണ്. ആയതുകൊണ്ട് തന്നെ ആധാർ കാർഡാണ് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് എന്നുള്ളത്. ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഉണ്ട്, അഡ്രസ് ഫുൾ ഉണ്ട്, പേര് ക്ലിയർ ആക്കണമെങ്കിൽ മറ്റൊരു ഡോക്യുമെന്റിന്റെ ആവശ്യം നമുക്ക് ഇല്ല. പിന്നെ വേണ്ട സെക്കൻഡ് ഡോക്യുമെന്റ് എന്നുള്ളത് 10ാം ക്ലാസ് പാസ്സായ ആളുകളാണെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്, 10th മാർക്ക് ഷീറ്റ് ആണ് വേണ്ടത്. 10ാം ക്ലാസ് പാസ്സായ ആളുകളല്ല എങ്കിൽ 10th മാർക്ക് ഷീറ്റിന്റെ ആവശ്യമില്ല, ആധാർ കാർഡ് മാത്രം മതിയാവുന്നതാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പാസ്പോർട്ട് എടുക്കുന്നതിന് ആവശ്യം ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ യൂസർ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്യാപ്ച അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതായിരിക്കും ഇതിന്റെ ഡാഷ്ബോർഡ് എന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ ഇഷ്യൂ പാസ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ഹിയർ ദ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യ തവണ മാത്രമേ വരുള്ളൂ. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള. ജില്ല സെലക്ട് ചെയ്യുന്നു. ഇവിടെ മുതലായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഫ്രഷ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. നോർമൽ ആണെങ്കിൽ നോർമൽ സെലക്ട് ചെയ്യുക. പെട്ടെന്ന് അർജന്റുള്ള ആളുകൾക്കാണെങ്കിൽ തത്കാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. തത്കാലാകുമ്പോൾ 2000 രൂപ എക്സ്ട്രാ വരും. 1500 രൂപയായിരിക്കും നോർമൽ ചാർജ്. അതിന്റെ കൂടെ 2000 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് ഡേറ്റ് കിട്ടുന്നതാണ്. 2-3 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടുന്നതാണ്. 36 പേജാണ് സെലക്ട് ചെയ്യുക. 60 പേജ് എന്നുള്ളത് ജംബോ പാസ്പോർട്ടാണ്. സ്ഥിരമായിട്ട് വിദേശ യാത്ര നടത്തുന്ന ആളുകൾക്ക് മാത്രമാണ് 60 പേജ് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അല്ലാത്തവർക്ക് 36 പേജ് തന്നെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ട് ഇത്രയും ഫോമുകളാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. അപേക്ഷകന്റെ ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പറുകൾ, ഐഡന്റിഫൈ പാസ്പോർട്ട് ഡീറ്റെയിൽസുകൾ, അതർ ഡീറ്റെയിൽസുകൾ, പാസ്പോർട്ട് ഡീറ്റെയിൽസിന്റെ വെരിഫിക്കേഷൻ, പിന്നെ സെൽഫ് ഡിക്ലറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗിവൻ നെയിം എന്നുള്ള ഭാഗത്ത് ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം എന്നുള്ള ഭാഗത്ത് അവർക്ക് ഇനീഷ്യൽ ഉണ്ടെങ്കിൽ അവരുടെ ഇനീഷ്യലിന്റെ എക്സ്പാൻഷൻ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ ഗിവൻ നെയിം മാത്രം കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. അടുത്ത ചോദ്യം എന്നുള്ളത് മറ്റെന്തെങ്കിലും ഒരു പേരുണ്ടോ എന്നുള്ളതാണ്. നോ സെലക്ട് ചെയ്യുക. എപ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ പേര് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അതും നോ സെലക്ട് ചെയ്യുക. ഇനി യെസ് ആണെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ തിരുത്തുന്നതല്ല. എന്തെങ്കിലും ഗസറ്റിൽ കൊടുത്തിട്ട് പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഓക്കെ, അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്നുള്ള ചോദ്യമാണ്. നോ ആണെങ്കിൽ നോ തന്നെ കൊടുത്ത് പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ നമുക്ക് ഓരോ ചില ജില്ലകൾക്കൊക്കെ സിറ്റി ഉണ്ടാവും, റൂറൽ ഉണ്ടാവും. അപ്പൊ അത് അനുസരിച്ചിട്ടായിരിക്കും പോലീസിന്റെ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ഏതെങ്കിലും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്പം നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് സിംഗിൾ ആണോ മാരീഡ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സിറ്റിസൺ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ബർത്ത് അവിടെ വന്നിട്ടുണ്ടാകും. നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇതിൽ ഏതാണ് എംപ്ലോയ്മെന്റ് ടൈപ്പ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ NOC-യുടെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ NOC-യുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫോമിന്റെ ആവശ്യമുണ്ട്. അടുത്തായിട്ട് പാരന്റ് ആരെങ്കിലും അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഗവൺമെന്റ് എംപ്ലോയി ആണെന്നുള്ള ചോദ്യമാണ്. നോ ആണെങ്കിൽ നോ കൊടുക്കുക, യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് 10th പാസ് ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് യെസ് വന്നിട്ടുണ്ടാവും. ഇനി എല്ലാം നമ്മൾ ഇതിൽ താഴെയാണെങ്കിൽ 7th പാസ് ഓർ ലെസ് കൊടുക്കുമ്പോൾ ഇവിടെ നോ വന്നിട്ടുണ്ടാവും. ഇപ്പൊ നോർമലി 10th പാസ്സായ ആളുകൾക്കാണെങ്കിൽ നമുക്ക് ECR കാറ്റഗറിയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നുള്ളത് ആധാർ നമ്പറാണ്. നമ്മൾ ആധാർ വെച്ചിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൺസെന്റ് ബോക്സ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടതാണ്. ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസെന്റ് ബോക്സ് ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല.
ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ഫാദർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ്. ഫാദർ നെയിമിന്റെ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മദർ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് സ്പൗസിന്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് അഡ്രസ് ആണ്. അഡ്രസ് എന്നുള്ള ഭാഗത്ത് ആദ്യം തന്നെ വീട്ടുപേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൗസ് നെയിം ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതാണോ പിൻകോഡ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ PO എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ടൈപ്പ് ചെയ്തതിനു ശേഷം കോമ ഇടാനായിട്ട് മറക്കരുത്. അതിനുശേഷം നമ്മുടെ വില്ലേജ് വേണമെങ്കിൽ നമുക്ക് വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലോക്കൽ ഏരിയ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയുള്ള കോളത്തിൽ ലോക്കൽ ഏരിയ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വില്ലേജ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാതെ ഒഴിവാക്കാവുന്നതാണ്. അടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് എന്റെ മട്ടന്നൂരാണ് വരുന്നത്. മട്ടന്നൂർ ഇതിനകത്ത് കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ജില്ല കണ്ണൂർ മാറ്റി കണ്ണൂർ റൂറൽ എന്ന് കൊടുക്കുക. അപ്പൊ അതിനകത്ത് മട്ടന്നൂർ വന്നിട്ടുണ്ടാവും. അതിനുശേഷം പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ID, സ്ഥാപനത്തിന്റെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് പെർമനന്റ് അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത ഓപ്ഷനും യെസ് കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എഗ്രി ബോക്സ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അടുത്ത ബോക്സും ഓക്കെ കൊടുക്കുക. അടുത്തതായിട്ട് മറ്റൊരാളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. അത്യാവശ്യമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരാളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മറ്റൊന്നും നമ്മൾ പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്നുള്ള ഭാഗം കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നോ കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോർമലി എല്ലാം തന്നെ നോ ആയിരിക്കണം. ഒരാളെ സംബന്ധിച്ചുള്ള കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ആളുകളാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കി നോ ആണെങ്കിൽ നോ എന്ന് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് അപേക്ഷിക്കുന്ന ആളുടെ പാസ്പോർട്ടിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണിക്കും. ഇവിടെ കൃത്യമായിട്ട് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഫാദർ നെയിം, സ്പൗസ് നെയിം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫായിട്ട് ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫായിട്ടും ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യുന്നു. രണ്ടും കൃത്യമാണെങ്കിൽ മാത്രമേ നമുക്കത് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ഉണ്ടായിരിക്കണം, വർഷം മാത്രമല്ല ഫുൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഡ്രസ് ക്ലിയർ ആയിരിക്കണം. പേര് ഇനീഷ്യൽ മാത്രം മതി, അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സ്ഥലമാണ്, അതുപോലെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എഗ്രി ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് തന്നെ സെലക്ട് ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് തന്നെ സെലക്ട് ചെയ്യുക. ചെല്ലാൻ പേയ്മെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യരുത്, ഓൺലൈൻ പേയ്മെന്റ് തന്നെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഭാഗത്തോട്ട് വരിക. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. അടുത്തായിട്ട് നമുക്ക് പോകാനുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് പച്ച കാണിക്കുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കസ്റ്റമർക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. റെഡ് ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ശനി ഞായർ വർക്കിംഗ് ഡേ ആയിരിക്കില്ല. സോ പച്ച കാണുന്നതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക, അത് സെലക്ട് ചെയ്യുക. പേ ആൻഡ് ബുക്ക് അപ്പോയിന്റ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ UPI ആണെങ്കിൽ UPI നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ SBI ഡെബിറ്റ് കാർഡിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതർ ബാങ്ക് ഡെബിറ്റ് കാർഡിന് മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതർ ബാങ്ക് ആണെങ്കിൽ അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കൺഫേം ഭാഗത്തോട്ട് വരിക. വീണ്ടും കൺഫേം ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് നമുക്ക് ലഭിക്കും. ആ സ്ലിപ്പ് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. അതിനകത്ത് ഡേറ്റ് ഉണ്ടാവും, സമയം ഉണ്ടാവും. ആ സമയത്തിന് 5 മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് കസ്റ്റമറോട് പറയുക. പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ് കൊടുത്തിരിക്കുന്നത് അതിന്റെയൊക്കെ ഒറിജിനലും ഒരു കോപ്പിയും കൊണ്ടുപോകാനായിട്ട് കസ്റ്റമറോട് നിർബന്ധമായിട്ട് പറയുക. ഈ ഒരു രീതിയിലാണ് 18 വയസ്സ് പൂർത്തിയായ ഒരാളുടെ പാസ്പോർട്ടിന് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്.